ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു മിക്സ്ചർ ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ, കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി, അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കായപ്പൊടിയും ഇടുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വെള്ളം കൂടാതെ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തു. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇത് നമുക്ക് ഈ മാവ് എങ്ങനെയാക്കി എടുക്കാം. അപ്പോൾ അധികം ഫ്ലെയിം കൂട്ടാതെ നോർമൽ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുബഹാൻ വന്നാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നോർമലായിട്ട് നമ്മൾ ഫ്ലെയിം വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ബൂന്തിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പൊടിയിലേക്ക് ഉപ്പ്, കായപ്പൊടി പിന്നെ വെള്ളവും മിക്സ് ചെയ്ത് നല്ല ലൂസാക്കി വെക്കുക. പൈമൻ ആ സമയത്ത് അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഉമ്മിച്ച് എന്താ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വന്നേക്കണേണ്. അപ്പോൾ കുട്ടികൾക്കായാലും നമുക്ക് സ്കൂളിലൊക്കെ ബ്രേക്കിനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ സമയത്ത് കുട്ടികളിങ്ങനെ വന്നിരിക്കും. ഉമ്മിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ വന്ന് ഇങ്ങനെ നിൽക്കും. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയുടെ മിക്സാണ് കേട്ടോ ഇത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരിപ്പക്കയിലെടുക്കാം. അതിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം. നമുക്ക് കപ്പലണ്ടിയാണ്, അതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്തത് കടലപ്പരിപ്പ് കൂടിയിട്ട് എണ്ണയിൽ കോരിയെടുക്കാം. ഇനി നമുക്ക് ഒരു പിടി വേപ്പിലയും അതുപോലെ തന്നെ എണ്ണയിലിട്ട് കോരിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ 2 വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചിട്ട് തൊണ്ടേപ്പാടെ ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ടു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് വേണം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ. നമ്മുടെ മിക്സ്ചർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.